ഓം നമോ നാരായണായ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നട തുറക്കുന്നത് പുലർച്ചെ 3 മണിക്കാണ്. ആ സമയത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണീയവും, എഴുത്തച്ഛൻ രചിച്ച ഹരിനാമ കീർത്തനവും, പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാനയും, ശംഖനാഥവും തകിലും നാദസ്വരവും കൊണ്ട് ഭഗവാൻ പള്ളി ഉണർത്തപ്പെടുന്നു. തലേന്നു ചാർത്തിയ അലങ്കാരങ്ങളോടെ വിരാജിക്കുന്ന ഭഗവത് വിഗ്രഹം ദർശിച്ച് ഭക്തജനങ്ങൾ നിർവൃതി നേടുന്നു. ഈ ദർശനത്തിനെ നിർമാല്യ ദർശനം എന്നു പറയുന്നു. പുലർച്ചെ 3 മുതൽ 3:20 വരെയാണ് നിർമാല്യ ദർശനം. തലേ ദിവസത്തെ മാലിന്യങ്ങൾ മാറ്റിയ ശേഷം ബിംബത്തിൽ എണ്ണ കൊണ്ട് അഭിഷേകം നടത്തുന്നു. ആടിയ ഈ എണ്ണ ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. ഗുരുവായൂരപ്പന് ആടിയ എണ്ണ വാതരോഗ ശമനത്തിന് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. തുടർന്ന് എണ്ണയുടെ അംശം മുഴുവനും തുടച്ചു മാറ്റിയ ശേഷം ബിംബത്തിന്മേൽ നെന്മേനി വാകയുടെ പൊടി തൂകുന്നു. ഇതാണ് ഗുരുവായൂരിലെ പ്രശസ്തമായ വാകച്ചാർത്ത്. വാകച്ചാർത്തിനു ശേഷം ശംഖാഭിഷേകം നടത്തുന്നു. മന്ത്രപൂരിതമായ തീർത്ഥം നിറച്ച ശംഖിൽ അഭിഷേകം നടത്തുന്നു. ഇതാണ് ശംഖാഭിഷേകം. പിന്നീട് സുവർണ കലശത്തിലെ ജലാഭിഷേകത്തോടെ അഭിഷേക ചടങ്ങുകൾ സമാപിക്കുന്നു. ഭഗവാന്റെ പള്ളി നീരാട്ടാണിത്. പിന്നെ മലർ നിവേദ്യമായി മലർ, ശർക്കര, കദളിപ്പഴം എന്നിവയാണ് അപ്പോഴത്തെ നൈവേദ്യങ്ങൾ. രാവിലെ 3:20 തൊട്ട് 3:30 വരെയാണ് ഇത്. അഭിഷേകത്തിന് ശേഷം മലർ നിവേദ്യവും വിഗ്രഹാലങ്കാരവുമാണ്. ഇതിന് നടയടച്ചിരിക്കും. ഈ സമയത്ത് ദർശനമില്ലെങ്കിലും നാലമ്പലത്തിനകത്ത് നിൽക്കാൻ ഭക്തന് അനുവാദമുണ്ട്. മലർ നിവേദ്യത്തെ തുടർന്ന് ഉഷപൂജയായി. ഇതിന് അടച്ചുപൂജയുണ്ട്. ധാരാളം ശർക്കര ചേർത്ത നെയ്പായസം, വെണ്ണ, കദളിപ്പഴം, പഞ്ചസാര, വെള്ള നിവേദ്യം എന്നിവയാണ് ഉഷപൂജയുടെ നിവേദ്യങ്ങൾ. 4:15 മുതൽ 4:30 വരെയാണ് ഉഷപൂജ. അതിനുശേഷം 5:45 വരെ ദർശന സമയമാണ്. ഇതോടെ ആദ്യ പൂജ അവസാനിക്കുന്നു. ഈ സമയമാകുമ്പോഴേക്കും സൂര്യോദയമാകും. ഈ പൂജയ്ക്കാണ് എതിരേറ്റ് പൂജ എന്ന് പറയുന്നത്. ഉദയസൂര്യൻ്റെ കിരണങ്ങളെ എതിരേറ്റ് നടത്തുന്നു എന്നതാണ് എതിരേറ്റ് പൂജ എന്ന പേരിനു പിന്നിലുള്ള അർത്ഥം. എതിരേറ്റ് പൂജ ലോപിച്ച് എതിർത്ത പൂജയായി മാറി. ഇതിന് അടച്ചുപൂജയും നിവേദ്യവും ഇല്ല. ഈ പൂജയുടെ സമയത്ത് തിടപ്പള്ളിയിൽ ഗണപതി ഹോമം നിർവഹിക്കപ്പെടുന്നു. ഗണപതി ഹോമത്തിലെ അഗ്നികുണ്ഡത്തിൽ നിന്നുമെടുത്ത അഗ്നി കൊണ്ടായിരുന്നുവത്രേ പണ്ട് തിടപ്പള്ളിയിൽ തീ പകർന്നിരുന്നത്. ഈ സമയത്തു തന്നെ ക്ഷേത്രത്തിലെ ഉപദേവന്മാർക്ക് കീഴ്ശാന്തിമാർ പൂജ നടത്തുന്നു. അകത്ത് കന്നിമൂലയിൽ ഗണപതി, പുറത്ത് തെക്കുഭാഗത്തെ പ്രദക്ഷിണ വഴിയിൽ അയ്യപ്പൻ, വടക്ക് കിഴക്ക് ഭാഗത്ത് ഇടത്തിരിക്കുത്തുകാവിൽ വനദുർഗാ ഭഗവതി എന്നിവരാണ് ഉപദേവതകൾ. ഗണപതിക്കും അയ്യപ്പനും വെള്ള നിവേദ്യമാണ്. കദളിപ്പഴം, പഞ്ചസാര, ത്രിമധുരം എന്നിവ സാമാന്യമായി എല്ലാ ഉപദേവന്മാർക്കും നിവേദിക്കപ്പെടുന്നു. രാവിലെ 7 മണി വരെയാണ് ഇത്. അതിനുശേഷം 20 മിനിറ്റ് നേരം ദർശന സമയമായതിനാൽ പൂജകളില്ല. തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിൽ കാണുകയാണ് ശീവേലിയുടെ അന്തരാർത്ഥം. അവർക്ക് നൽകുന്ന ബലിയാണ് ശ്രീബലി, ശീവേലി. ദ്വാരപാലകരും ഭൂതഗണങ്ങളും ഈ സമയത്ത് തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസം. ജലഗന്ധ പുഷ്പാദികളായി മേൽശാന്തിയും ഹവിസിൻ്റെ പാലികയിൽ നിവേദ്യവുമായി കീഴ്ശാന്തിയും നടക്കുന്നു. ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളിന്മേൽ ബലി തൂവുക എന്നതാണ് ചടങ്ങ്. ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനു വെളിയിൽ എത്തുമ്പോൾ ഭഗവാന്റെ തിടമ്പുമായി കീഴ്ശാന്തി ആനപ്പുറത്ത് കയറുന്നു. തിടമ്പ് പിടിക്കുന്ന കീഴ്ശാന്തിയെ ശാന്തിയേറ്റ നമ്പൂതിരി എന്നാണ് പറയുന്നത്. മുമ്പിൽ കുത്തുവിളക്കുകളും വാദ്യഘോഷങ്ങളുടെയും ഭക്തരുടെ നാമജപങ്ങളുടെയും അകമ്പടിയുമായി ശ്രീബലിയുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഭഗവാൻ പ്രദക്ഷിണമായി നീങ്ങുന്നു. 3 പ്രദക്ഷിണ ശേഷം ഉത്സവ വിഗ്രഹവുമായി കീഴ്ശാന്തി ശ്രീലകത്തേക്ക് പോകുന്നു. ശീവേലി, പാലഭിഷേകം, നവകാഭിഷേകം, പന്തീരടി നിവേദ്യം എന്നിവ 7:15 തൊട്ട് 9 വരെയാണ്. ശീവേലിക്ക് ശേഷം രുദ്രതീർത്ഥത്തിൽ നിന്നും എടുക്കുന്ന ജലം കൊണ്ട് അഭിഷേകം നടത്തുന്നു. ഇളനീരും പശുവിൻ പാലും പനിനീരും കൊണ്ടും വിഗ്രഹത്തിന്മേൽ അഭിഷേകം ചെയ്യുന്നു. തുടർന്ന് 9 വെള്ളിക്കലശങ്ങളിൽ തീർത്ഥം നിറച്ച് മന്ത്രപൂർവം അഭിഷേകം ചെയ്യുന്നു. ഇതിനെ നവകാഭിഷേകം എന്ന് പറയുന്നു. ഈ പൂജ നടത്തുന്നത് ഓദിക്കന്മാരാണ്. തുടർന്ന് ബാലഗോപാല രൂപത്തിൽ കളഭം ചാർത്തുന്നു. നിഴലിന് 12 നീളം ഉണ്ടാകുന്ന സമയമാണ് പന്തീരടി. ഉദ്ദേശം കാലത്ത് 8 മണിക്കും 9 മണിക്കും ഇടയ്ക്കായിരിക്കും ഇത്.
ഈ സമയത്ത് നിർവഹിക്കപ്പെടുന്ന പൂജയായതിനാലാണ് ഇതിനെ പന്തീരടി പൂജ എന്ന് വിശേഷിപ്പിക്കുന്നത്. മേൽശാന്തി ഈ സമയത്ത് വിശ്രമത്തിനു പോകുന്നത് കൊണ്ട് തന്ത്രിയോ ഓദിക്കന്മാരോ ആണ് ഈ പൂജ ചെയ്യുന്നത്. 8:10 മുതൽ 9:10 വരെ ദർശനമുണ്ടായിരിക്കും. ഉച്ചപൂജ നടയടച്ചുള്ള പൂജയാണ്. ദേവനും ഉപദേവതകൾക്കും നിവേദ്യമർപ്പിക്കുന്ന പൂജയാണിത്. സാധാരണ മേൽശാന്തിയാണ് ഈ പൂജ നടത്തുന്നത്. ഉദയാസ്തമന പൂജ, മണ്ഡലകാലം, ഉത്സവം എന്നീ അവസരങ്ങളിൽ ഓദിക്കന്മാരും കലശം, പുത്തരി നിവേദ്യം എന്നീ ദിവസങ്ങളിൽ തന്ത്രിയും ഈ പൂജ ചെയ്യുന്നു. ഇടയ്ക്കയുടെ അകമ്പടിയോടെ ഈ സമയത്ത് അഷ്ടപതി ആലപിക്കുന്നു. ഇടിച്ചുപിഴിഞ്ഞ പായസമാണ് നിവേദ്യം. ഉച്ചപൂജയ്ക്ക് ശേഷം 1 മണിക്ക് നടയടയ്ക്കുന്നു. ഉച്ചപൂജയുടെ ദേവപ്രതിനിധി എന്ന സങ്കല്പത്തിൽ ഒരു ബ്രാഹ്മണനെ ഊട്ടാറുണ്ട്. 11:30 മുതൽ 12:30 വരെയാണ് ഉച്ചപൂജ. നിവേദ്യത്തിന് വെള്ളി ഉരളിയിൽ വെള്ള നിവേദ്യം, 4 കറികൾ കൂടാതെ പാൽപ്പായസം, പഴം, തൈര്, വെണ്ണ, പാൽ, ശർക്കര, നാളികേരം, കദളിപ്പഴം എന്നിവ വെള്ളി സ്വർണ്ണ പാത്രങ്ങളിലായി ഉണ്ടാവും. ഇതിനു പുറമെ ഭക്തരുടെ വഴിപാടായി പാൽപ്പായസം, ത്രിമധുരം, പാലടപ്രഥമൻ, ശർക്കര പായസം, ഇരട്ടിപ്പായസം, വെള്ള നിവേദ്യം എന്നിവ വേറെയും. ഇതിനുശേഷം നടയടച്ച അലങ്കാരമാണ്. മേൽശാന്തി മനസ്സിൽ തോന്നുന്ന പോലെ ഓരോ ദിവസവും വേറെ വേറെ രൂപത്തിലും ഭാവത്തിലും ഭഗവാനെ അലങ്കരിക്കും. അതിനുശേഷം നടയടയ്ക്കുന്നു. വൈകുന്നേരം 4:30 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. മണ്ഡലകാലത്ത് ഇതിന് വ്യത്യാസമുണ്ട്. പിന്നീട് 4:45 വരെ ദർശന സമയമാണ്. നട തുറന്ന് താമസിയാതെ ഉച്ചശീവേലിയായി. ദേവൻ്റെ തിടമ്പ് ആനപ്പുറത്തേറ്റി 3 പ്രദക്ഷിണം ഉള്ള ഇതിനെ കാഴ്ചഹൃദ്യമായതിനാൽ കാഴ്ചശീവേലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. പിന്നെ ദീപാരാധന വരെ ദർശനമുണ്ട്. നിത്യശീവേലിയുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ ഉച്ചപൂജ കഴിഞ്ഞ ഉടനെ ശീവേലി ഉണ്ടാകും. വിശേഷ ദിവസങ്ങളിൽ മാത്രമേ വൈകുന്നേരം കാഴ്ചശീവേലിയായി അത് നടത്താറുള്ളൂ. എന്നാൽ ഗുരുവായൂരിൽ മാത്രം നിത്യവും ഈ രീതിയിൽ നടത്തുന്നുണ്ട്. നാലമ്പലത്തിന് അകത്തും പുറത്തുമുള്ള ദീപങ്ങൾ തെളിക്കപ്പെടുന്നു. ദീപസ്തംഭങ്ങൾ ദീപാലങ്കൃതങ്ങളാകുന്നു. ദീപാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളി വിളക്കുകൾ കത്തിച്ചുകൊണ്ട് മേൽശാന്തി നട തുറക്കുന്നു. ദീപത്താലും കർപ്പൂര ദീപത്താലും ഭഗവത് വിഗ്രഹത്തെ ഉഴിഞ്ഞുകൊണ്ട് ദീപാരാധന നടത്തപ്പെടുന്നു. ഓരോ ദിവസത്തെയും സൂര്യാസ്തമയം അനുസരിച്ചാണ് ദീപാരാധന നടത്തുന്നത്. അതിനാൽ കൃത്യസമയം പറയാൻ കഴിയില്ല. എന്നാൽ ഒരിക്കലും അത് വൈകിട്ട് 6 മണിക്ക് മുമ്പോ 7 മണിക്ക് ശേഷമോ ഉണ്ടാകാറില്ല. പിന്നെ 7:30 വരെ ദർശന സമയമാണ്. ദീപാരാധനയ്ക്ക് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് അത്താഴപൂജ തുടങ്ങുകയായി. ഈ പൂജയ്ക്കുള്ള പ്രധാന നിവേദ്യങ്ങൾ ഉണ്ണിയപ്പം, ഇലയട, വെറ്റില, അടയ്ക്ക, പാലടപ്രഥമൻ, പാൽപ്പായസം എന്നിവയാണ്. 7:30 മുതൽ 7:45 വരെയാണ് അത്താഴപൂജ. നിവേദ്യത്തിൻ്റെ സമയം 7:45 മുതൽ 8:15 വരെയാണ് അത്താഴപൂജയും. അത്താഴപൂജ കഴിഞ്ഞാൽ ഉത്സവ വിഗ്രഹവുമായി അത്താഴ ശീവേലിക്ക് തുടക്കം കുറിക്കും. 8:45 മുതൽ 9 വരെയാണ് ശീവേലി. അത്താഴപൂജയ്ക്ക് വെള്ള നിവേദ്യം, അവൽ കുഴച്ചത്, പാൽപ്പായസം എന്നിവയും, അടച്ചു പൂജയ്ക്ക് വെറ്റില, അടയ്ക്ക, അട, അപ്പം, കദളിപ്പഴം എന്നിവയും നിവേദിക്കും. അത്താഴപൂജയ്ക്ക് അടയും അപ്പവും എത്രയുണ്ടെങ്കിലും ശ്രീകോവിലിൽ കൊണ്ടുപോകും എന്ന പ്രത്യേകതയുണ്ട്. അത്താഴപൂജ കഴിഞ്ഞാൽ രാത്രി ശീവേലി തുടങ്ങുന്നു. 3 പ്രദക്ഷിണങ്ങളാണ്. രണ്ടാമത്തെ പ്രദക്ഷിണം ഇടയ്ക്ക കൊട്ടിയുള്ളതാണ്. ചുറ്റുവിളക്കുകളുള്ള ദിവസം നാലമ്പലത്തിൽ പ്രവേശനമില്ല. മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ദിവസവും 3 ശീവേലിക്കും ആന എഴുന്നള്ളിപ്പുണ്ടാകും. കുംഭമാസത്തിൽ ഉത്സവ കൊടിയേറ്റ ദിവസം രാവിലെ മാത്രമാണ് ആനയില്ലാതെ ശീവേലി നടത്തുന്നത്. ശീവേലി കഴിഞ്ഞാൽ തൃപ്പുക എന്ന ചടങ്ങാണ്. ചന്ദനം, അഗര്, ഗുൽഗുലു തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ചുള്ള വെള്ളിപ്പാത്രത്തിൽ വെച്ചിട്ടുള്ള നവഗന്ധ ചൂർണമാണ് തൃപ്പുകയ്ക്ക് ഉപയോഗിക്കുന്നത്. സൗരഭ്യം നിറഞ്ഞ ധൂമം ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുന്നു. തൃപ്പുക നടത്തുന്നത് അന്നത്തെ ശാന്തിയേറ്റ നമ്പൂതിരിയായിരിക്കും. തൃപ്പുക കഴിഞ്ഞാൽ അന്നത്തെ വരവ് ചെലവ് കണക്കുകൾ പത്തുകാരൻ എന്ന സ്ഥാനപ്പേരുള്ള കഴകക്കാരൻ വാര്യർ ഓലയിൽ എഴുതി വായിച്ചതിനു ശേഷം തൃപ്പടിമേൽ സമർപ്പിക്കുന്നു. 9 മുതൽ 9:15 വരെയാണിത്. ശാന്തിയേറ്റ നമ്പൂതിരി നടയടയ്ക്കുന്നു. മേൽശാന്തിയുടെ ഉത്തരവാദിത്തത്തിൽ താഴിട്ട് പൂട്ടുന്നു.
അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജകൾ സമാപിക്കുന്നു. നിർമാല്യം മുതൽ തൃപ്പുക വരെയുള്ള ഈ ചടങ്ങുകൾക്ക് 12 ദർശനങ്ങൾ എന്ന് പറയുന്നു. ഈ 12 ദർശനങ്ങളോടുകൂടിയാവണം ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ. വിശേഷ ദിവസങ്ങളിൽ ഇതിനു മാറ്റം വരും. വിശേഷിച്ച് വിഷു, ഉത്സവം, ഗുരുവായൂർ ഏകാദശി, അഷ്ടമി രോഹിണി, തിരുവോണം തുടങ്ങിയ ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസവും മാറ്റങ്ങൾ വരും. 18 പൂജകൾ നടക്കുന്നതിനാൽ അർദ്ധരാത്രി മാത്രമേ അന്ന് നടയടയ്ക്കൂ. വിളക്കുള്ള ദിവസം നടയടച്ചു കഴിഞ്ഞേ തൃപ്പുക നടത്താറുള്ളൂ. എന്നാൽ അവസാനം പറഞ്ഞ കാര്യം മാറ്റാൻ ചില തയ്യാറെടുപ്പുകൾ ദേവസ്വം നടത്തി വരുന്നുണ്ട്. സൂര്യചന്ദ്രഗ്രഹണങ്ങളുള്ള ദിവസങ്ങളിലും ഈ ചടങ്ങിന് മാറ്റം വരാറുണ്ട്.